ഹലോ സാർ. ഹലോ. എന്ത് ചെയ്യണ്ടേ? ഇത് സൈഡിലുള്ള തൊടിച്ച് സാധാരണ സാധാരണ താടി മാറ്റി പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ആക്കിയാലോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നിരുന്നോ? ബസ് കട്ട് ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും ബസ് കട്ട് അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ശേഷം വേറെ മോഡൽ ഉണ്ടായിരുന്നോ? വൺ സൈഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം നമ്മൾ വൺ സൈഡ് ആക്കാം. സോറി, ബസ് കട്ട് ആക്കാം. ഓക്കെ, ബസ് കട്ട് ആൻഡ് ബേഡ് നമുക്ക് ഇങ്ങനെ നീട്ടിട്ടും വി ഷേപ്പിലൊക്കെ ആക്കാം. വി ഷേപ്പ് വേണ്ട, ഇങ്ങനെ ഇറങ്ങി എങ്ങനെയാ? ഓക്കെ, ഈ ഒന്ന് ഗ്രോത്ത് ഒന്ന് കൂടട്ടെ. ഗ്രോത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് വരും. കാരണം ഇവിടുത്തെ ഗ്രോത്ത് വളരെ ഷോർട്ടാണ്. ഇവിടുത്തെ ഗ്രോത്ത് നന്നായിട്ട് ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ടേ, ഫസ്റ്റ് ഈ ഗ്രോത്ത് വരണം. ഈ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ കിട്ടത്തില്ല. ഇപ്പോ വി ഷേപ്പ് എന്തായാലും കിട്ടും. ഓക്കെ, തുടങ്ങിയാലോ? ആള് മനസ്സിലായത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയതാണ്. ഈ വണ്ടിന്റെ മുതലാളിയാണ്. എവിടെ പോ വണ്ടി? എവിടെ പോ വണ്ടി? ഇപ്പൊ ഗോകുൽ വന്നോളൂ. സൈഡ് വെളുപ്പിക്കല്, സൈഡ് ഫീഡ് ചെയ്യാണ്, സ്കിൻ ഫീഡ് ചെയ്യാണ്. ആ സ്കിൻ ഫീഡ് ചെയ്യാം, ഫീഡ് ഇട്ടിട്ട് ഇതുവരെ ഇങ്ങനെ ചെയ്യാം. കാരണം നിങ്ങൾ ഫേസും താടിയല്ല, ഒരുപാട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫുൾ ഫീഡ്. ഫുൾ ഫീഡ് ചെയ്യാം. മീശ ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, സെയിം ആക്കി തരാം. ഫുഡ് കഴിച്ചോ? ഫുഡ് ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ. ബിരിയാണി. നമ്മളെ ഭാഗമായിട്ടല്ല, കമ്പനി തന്നതാണ് എന്നെ. നല്ല മുതലാളി. സ്റ്റാഫ് നല്ലതാണെങ്കിലും മുതലാളിമാരുടെ നല്ലതാണ്. സ്റ്റാഫ് നല്ലതില്ലെങ്കിലും മുതലാളിമാരെ പിന്നെ കാണിച്ചെടുക്കും. രണ്ട് സൈഡിൽ ലൈൻ വരും. ഒരു സൈഡ് ബെഡ്. രണ്ട് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ബോറായിരിക്കും. ഒരു സൈഡ് അടിപൊളിയാ, ഒരു സൈഡിൽ ഇങ്ങനെ, ഒരു സൈഡ് നോർമലായി. ഓക്കെ, രണ്ട് സൈഡ് ആണെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ല. അതായത് മുകളിൽ എന്ത് ചെയ്യണ്ടേ? എന്താ ചെയ്യാൻ പറ്റിയ? ഇതില് ചെയ്യാൻ പറ്റും. ഷോർട്ട് ചെയ്യുവാണെങ്കിൽ ഷോർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇവിടെ സെന്റർ ഭാഗം ഗ്രോത്ത് വളരെ കുറവാണ്. ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ഗ്രോത്ത് ഇല്ല. ഓക്കെ, സെന്റർ ഈ ഭാഗമല്ല, ഇവിടെ ഭയങ്കര ഗ്രോത്ത് ആണ്. ഹെയർ മീൻസ് നല്ല കട്ടിയുള്ള ഹെയർ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇത് ഈ പൊസിഷൻ മാത്രം ഷോർട്ട് ചെയ്യാൻ പറ്റും. ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരേ ലെവലിൽ എടുക്കാൻ പറ്റും. ഷോർട്ട് ചെയ്യട്ടെ, ഇത് കുറച്ച് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഈ ഒരു ബസ് കട്ട് പോലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഓക്കെ, സൈഡിക്ക് അങ്ങനെ ഈ സൈഡിക്ക് അങ്ങനെ ഇടാൻ ഇല്ലല്ലോ, ഫ്രണ്ടിക്കല്ല, ഫ്രണ്ട്. ഓക്കെ, എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ ഇവിടെ ഇച്ചിരി കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ പൊസിഷൻ ഞാൻ ഷോർട്ടാക്കി. ഷോർട്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാച്ച് കിട്ടി. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ ഇച്ചിരി ഇങ്ങനെ ഒരു ഇത് ബോക്സ് പോലെ ഇടാം. ബോക്സ് പോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ക ബസ് കട്ടായിരിക്കും. ഓക്കെ,
നല്ല സെറ്റ്. അടിപൊളി. ഇപ്പൊ ബേഡ് എന്താ ചെയ്യണ്ടേ? ബേഡിൽ എന്താ നിങ്ങള് വീടിന് ഷേപ്പ് ചെയ്തിട്ട് ബേഡ് എന്തായാലും നിങ്ങൾ വളർത്താൻ വേണ്ടി വളർത്താൻ വേണ്ടി ഒരുപാട് ഉള്ളവരെ കാണും. എത്ര Mock എത്ര facing. maximum എത്ര ഈ ലെങ്ത് എത്ര ലെങ്ത് എത്ര ലെങ്ത് ആണ് വേണ്ടത്? നല്ല ലെങ്ത്. നല്ല ലെങ്ത് വരും, കുറച്ച് ടൈം പിടിക്കണം വരും. ഓക്കെ, ജസ്റ്റ് ബാക്കി ഇത് ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബേഡ് സെറ്റ് ആക്കുകയാണെങ്കിലും ഹേട്രിക്സിൽ വരാൻ മറക്കരുത്. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് റിസൾട്ട് എന്താ പാട് അല്ലേ? അതെ അതെ. ഫേസിന് ചേർന്ന ഒരു സെറ്റ് ചെയ്തു. ഏഹ് ഫേസിന് ചേർന്ന ഒരു സെറ്റ് സെറ്റ് ചെയ്യാം. ബസ്കറ്റ് നല്ല പറ്റിയില്ലേ? ഇഷ്ടപ്പെട്ടു. ഹാപ്പി. അയ്യോ, ബിഎഡ് കഴിഞ്ഞോ? ബിഎഡിന്റെ കഴിഞ്ഞോ? ആ ബേഡിന്റെ പരിപാടി കഴിഞ്ഞു. കൃതാ വിളിപ്പിക്കണോ? കിട്ടില്ല മല്ലുസിംഗിന്റെ പോലെ മീശ. പിന്നെ പൊളി. ഇത് ലെങ്ത് കൂടുതലുണ്ട്. മീശന്റെ വാക്സ് ഉണ്ടാവും എങ്ങനെ പിടിച്ചാണ്, അത് വാങ്ങിയാൽ മതി. 95 റുപ്പീസിന്റെ ആണ് ബാഗ്സ്. ആ അത് ഞാൻ പറഞ്ഞുതരാം ഏതാണ് ബാഗ്സ്. ഓക്കെ, ഞാൻ ഇതില് ഫോട്ടോ കാണിച്ചാറുണ്ട്. ബിഎഡ് വളരാനുള്ള ഓയിലുണ്ടോ? ബേഡൊക്കെ വരും, മെല്ലെ മെല്ലെ ലെങ്ത് ഒക്കെ കൂടി കൂടി പോവും. വെയിറ്റ് ചെയ്യാ. അത് എത്ര ഉണ്ടായിരുന്നില്ലേ? എത്ര ഇത്ര ഇത്ര എത്ര ഒരു ദിവസം ഇതുവരെ വരും. ബിഎഡ് തേക്കാൻ പറ്റിയ ഓയിലുണ്ടോ? ബിഎഡ് ഗ്രോത്ത് നോക്കാനുള്ള ഓയിലുണ്ടോ? ബേഡിന്റെ ഗ്രോത്ത് ബേഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് നോക്ക് എങ്ങനെയുണ്ട്. ഗ്രോത്ത് കൂടുതലുണ്ടോ ഇല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക്. അതെ, അങ്ങോട്ട് നോക്കിട്ടെ പറയാം എങ്ങനെയുണ്ട്. അടിപൊളി. അടിപൊളിയല്ലേ? മല്ലുബായി പൊളിച്ച്. മല്ലുവായി പൊളിച്ചിട്ടില്ല, മല്ലുവായിന്റെ സീസർ കോമാണ് പൊളിച്ചത്. ഹാപ്പി ഹാപ്പി. ഉദ്ദേശിച്ച പോലെ കിട്ടില്ല മോഡൽ. പിന്നെ പൊളി. ഇതാണ് ബസ്കട്ടും ആൻഡ് ബേഡ് നോക്ക്. ആദ്യത്തെ ബേഡ് നോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ബേഡ് നോക്ക് എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? മല്ലു സിംഗിന്റെ പോലെ മീശ ഇതേപോലെ തന്നെ മീശ കെട്ടിട്ടുണ്ട്. ഓക്കെ, ആളെ എവിടുന്ന് വരാണ്? നിങ്ങൾ എവിടുന്ന് വരാണ്? കാക്കനാട്. ആ ഇവിടെ തന്നെ ആണല്ലേ? ഓ, അപ്പൊ നമ്മള് അയൽവാസിയാണ്. അയൽവാസിയല്ലേ മലയാളത്തില് പറയാ? മലയാളം കുറച്ചുള്ളൂ അറിയാം കേട്ടോ, അത്ര ഒന്നും ആയിരിക്കില്ല. ബാക്കി നിങ്ങൾ ഇത് നോക്കിയാ മതി. ഓക്കെ, ഹാപ്പി. എന്ത് ചെയ്യണ്ടേ? ഒരു ക്ലീനപ്പ് കൂടി ചെയ്തല്ലോ. ഹെഡ് മസാജ് എന്റെ വിളിച്ചാണ് സാർ. വേറെ സർവീസ് എന്തെങ്കിലും? ഹെഡ് മസാജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെഡ് മസാജ് ആൻഡ് ക്ലീനപ്പ് കഴിഞ്ഞിട്ട് വരാം. ബൈ. ഹലോ സാർ, എങ്ങനെ ഉണ്ടായിരുന്നു ഹേട്രിക്സിന്റെ സർവീസ്? അടിപൊളി ഗൈസ്, അടിപൊളി. മല്ലുബായി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിച്ചേക്കാളപ്പുറം അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു. ഒരിക്കലും ഞാൻ എന്റെ താടിയും മീശയും കുറെ ഇതുപോലെ ആക്കാൻ നോക്കുന്നു, പക്ഷെ മല്ലുസായി അതുപോലെ ആക്കി തന്നു. എന്നാലും വന്ന ഞാനല്ല, പോകുമ്പോൾ വെറൈറ്റി. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്റ്റിക്സിൽ വരുക, മല്ലുബായിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഫേസിന് പറ്റിയ ഇതായിട്ട് കട്ടാക്കി തരും. ഓക്കെ, എല്ലാവരും വരണം മല്ലുബായിയുടെ അടുത്ത്. നിങ്ങൾ വേറെ മറക്കണ്ട ഹേട്രിക്സിലേക്ക്. ബൈ ബൈ. കാണാൻ നമുക്ക് അടുത്ത വ്ലോഗില്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതാ നിങ്ങൾ കമന്റ് ചെയ്യണം. ബൈ ബൈ.